കരുവന്നൂർ മോഡൽ സഹകരണ കൊള്ള തലസ്ഥാനത്തും 100 കോടി രൂപയുടെ ക്രമക്കേട് നടന്ന നേമം സഹകരണ ബാങ്കിൽ ഇഡി റെയ്ഡ്. കൊച്ചിയിൽ നിന്നുള്ള ഇഡി സംഘമാണ് പരിശോധന നടത്തുന്നത്. സിപിഎം ഭരണസമിതി നിയന്ത്രിക്കുന്ന സഹകരണ ബാങ്കിൽ 250ഓളം നിക്ഷേപകർക്കാണ് പണം നഷ്ടമായത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, പറയൂ. ഇന്ന് രാവിലെ മുതൽ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇ ഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്നുള്ളൊരു സംഘം എത്തുകയും നേമം സർവീസ് സഹകരണ ബാങ്കിലേക്ക് എത്തി റെയ്ഡ് ആരംഭിക്കുകയും ചെയ്തു. വലിയ രീതിയിലുള്ള ക്രമക്കേട് ഈ ബാങ്കിലുണ്ടെന്ന തരത്തിലുള്ള പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. CPM ഭരിക്കുന്ന ഭരണസമിതിയാണ്. ഭരണസമിതിയും അതോടൊപ്പം തന്നെ CPM നേതാക്കളടക്കം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രതികളായിട്ടുണ്ട്. അതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള പരാതികൾ വ്യാപകമായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡിനെത്തുന്നത്. അതായത് 100 കോടിയോളം രൂപ തട്ടിയെടുക്കുന്ന സാഹചര്യം, ക്രമക്കേടുകൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പരാതികൾ ഉയരുന്നു. അതോടൊപ്പം തന്നെ നിക്ഷേപകരടക്കം ഈ ബാങ്കിലേക്ക് എത്തുകയും പ്രതിഷേധം നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നും റെയ്ഡ് ആരംഭിച്ചത്. ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ സംഘം ബാങ്കിലെത്തി മറ്റ് ബാങ്ക് രേഖകളടക്കം പരിശോധിച്ച് വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് മനസ്സിലാക്കുന്നത് നിരവധി ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ തെളിവുകൾ അടക്കം രേഖകൾ ഇഡിക്ക് ലഭിച്ചു. അതെ, ശരി പ്രശാന്ത്. അതുകൊണ്ട് തന്നെയാണ് 100 കോടി രൂപയുടെ ക്രമക്കേട് നടന്ന നേമം സഹകരണ ബാങ്കിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള സംഘം നേരിട്ടെത്തി പരിശോധന നടത്തുകയാണ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.